ഭാര്യ 2 പെൺകുട്ടികളാണ്, 2 പേരും വിവാഹിതരാണ്. പിന്നെ ഞാൻ സ്കൂളിൽ വന്നിരുന്നത് പരൂരിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ റോഡ് ചൂണ്ടൽ തൃശ്ശേരിയിലാണ്. എല്ലാവർക്കും നന്ദി നേരുന്നു. ഇതൊരു ഭാഗ്യമായി ഈ വന്നേരി സ്കൂളിൻ്റെ താഴത്തൊരു അമ്പലമുണ്ട്. ഈ സ്കൂളിൻ്റെ പരിസരത്തിൻ്റെയാണ് വീട്. വൈഫും 2 കുട്ടികളും ഓടെ കല്യാണം കഴിഞ്ഞു. ആയുർവേദമാണ് BMS. മോൻ വീട്ടിൽ കഴിഞ്ഞു, ജോലി നയിക്കില്ല. നടന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാ സംഘടനക്കും വലിയൊരു താങ്ക്സ്. നന്ദി, നമസ്കാരം. ഞാൻ ജോയ് മോഡൽ. അന്ന് പെരുമ്പടപ്പ് പാറയിലാണ് സ്കൂളിൽ വന്നിരുന്നത്. ഇപ്പോൾ പൊന്നാനിയിലാണ് താമസം. വൈഫ് ടീച്ചറായിരുന്നു, ഞാനും ഇതേ സ്കൂൾ അധ്യാപകരായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിൽ ഞാനും സുന്ദരേശൻ, ഗീത 3 പേരും 5 വർഷം മുൻപാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഹലോ, ഞാൻ മുഹമ്മദ് സലീം. വടക്കേ പുന്നേരിലാണ് വീട്. കുടുംബം പുന്നേര് തന്നെയാണ്. 2 പിള്ളേരാണ്. ഒരാൾ MBA കഴിഞ്ഞ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, ഒരാൾ വിദ്യാർത്ഥിയാണ്. ഹലോ, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് നമ്മൾ ഈ സംഭവം തുടങ്ങി വെച്ചത് നമ്മുടെ അയൽവാസിയായ ബീന, ഗൗരി, എല്ലാം നമ്മുടെ അയൽവാസി തന്നെയാണ്. അവർക്കെല്ലാം ഇതിനോട് അനുബന്ധിച്ച എല്ലാവർക്കും, എല്ലാ ബന്ധുക്കന്മാർക്കും, എല്ലാ അഡ്മിന്മാർക്കും ആദ്യമായി നന്ദി പറയുകയാണ്. എൻ്റെ വീട് ഇപ്പം AIPസിൻ്റെ അവിടെയാണ്. 3 പെൺകുട്ടികളാണ്. എല്ലാവരും വിവാഹം കഴിഞ്ഞു. നശിച്ചില്ല. ഇത് നമ്മൾ 46 വർഷങ്ങൾക്ക് മുന്നേ 10ാം ക്ലാസ്സിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാനും മിസ്റ്റർ മുഹമ്മദ് അലി, നമ്മുടെ മുഹമ്മദ് അലി ഇവിടെ ഉണ്ട്. അതിൽ ഒരുമിച്ചാണ് ഞങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്നത്. ഇതേപോലെ തന്നെ ഇന്നും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ക്ലാസ്സിൽ വന്നിട്ടുള്ളത്, ഇവിടെ വന്ന് എത്തിപ്പെട്ടത്. അതിനെ സർവസ്വത്തിനെ ശ്രദ്ധിക്കുന്നു. ഇത്രയും കാലം എവിടെയെല്ലാം കറങ്ങി പിടിച്ച് വന്ന് ഇവിടെ വീണ്ടും ഇതേ സ്ഥലത്തിന് എത്താൻ കഴിഞ്ഞത് സർവസ്വത്തിനെ ശ്രദ്ധിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുജീന്ദ്രൻ. ഞാൻ പുന്നേരിൽ നിന്നാണ് വന്നിരുന്നത്. ഇപ്പോഴും 4ാം ക്ലാസ്സിൽ അവിടെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എനിക്ക് 3 പെൺകുട്ടികളാണ്. 2 കല്യാണം കഴിഞ്ഞ് 2 ആളുകളുണ്ട്. ഞാൻ വടക്കേക്കാട് ആദ്യ സ്റ്റുഡിയോ നടത്തുന്നു. വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ പോകുന്നു. അതുകൊണ്ട് എല്ലാവരെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. ഇവരൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. കല്യാണങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ പോകുമ്പോഴൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ നമ്മുടെ കൂടെ പഠിച്ചവരാണ് എന്നുള്ളൊരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവർക്കും ആശംസകൾ. ഹലോ, എൻ്റെ പേര് ഷാഫി. എൻ്റെ വീട് കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻ മിനിസ്റ്ററിൻ്റെ പുറത്ത് വർക്ക്. ഭാര്യ 2 ആമക്കളാണ് എനിക്കുള്ളത്. 2 ആമക്കളും കൂട്ടത്തിലാണ്. 2 ഖത്തറിലും 1 ദുബൈയിലുമാണ്. അപ്പോൾ ഞാനും ഭാര്യ മാത്രമേ അത്യാവശ്യം പറയുന്നില്ല. 2 മക്കളെ കല്യാണം കഴിഞ്ഞു. എൻ്റെ പേര് മുഹമ്മദ് അലി കയ്യിൽ. ഞാൻ ചെറായിലായിരുന്നു. ഇപ്പോൾ താമസം 7 വർഷത്തെ അവിടെ. പിന്നെ ഒരു പ്രവാസിയായിരുന്നു. ഖത്തറിലായിരുന്നു 42 വർഷം. ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് 3 കുട്ടികൾ, 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയും. 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. മകൻ പഠിക്കുന്നു, ഡിഗ്രി ഫസ്റ്റ് ലാസ്റ്റ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹംസ. ഞാനൊരു കോയമ്പത്തൂർ സ്വദേശിയാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് എറണാകുളം സംഘം റോഡിലാണ്. പിന്നെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വടക്കേക്കാട് അടുത്തുനിന്നാണ്. 4 കുട്ടികൾ. മൂത്ത മകളാണ്. മറ്റത് 3 ആൺകുട്ടികൾ. ഒരാൾ ദമാവിലുണ്ട്, മറ്റൊരു പഠിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും. പുറത്തുനിന്ന് വന്നിരുന്നത്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന എറണാകുളത്താണ്. SLC കഴിഞ്ഞപ്പോൾ തന്നെ എറണാകുളത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. എനിക്ക് 3 മക്കൾ.
രണ്ടാണും ഒരു പെണ്ണും. മോൻ്റെ മോളും കല്യാണം കഴിഞ്ഞ്, മോൻക്കും മോൾക്കും ജോലിയുണ്ട്. ചെറിയ മോൻ പഠിക്കുന്നു, ഡിഗ്രിക്ക്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇബ്രാഹിം കുട്ടി. ഞാൻ പുന്നൂർനിന്നാണ് വരുന്നത്. ഞാൻ 1 മുതൽ 5 വരെ പുന്നൂർ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം രാമരാജ് 2 കൊല്ലം രാമരാജ് സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം 8, 9, 10 വന്നേരി സ്കൂളിൽ 3 കൊല്ലം പഠിച്ചത്. എനിക്ക് 4 പിള്ളേരാണ്, ഒരു പെണ്ണും 3 ആണും. 4 പേരും ദുബായിലാണ്. ഞാനിവിടെ നാട്ടിൽ വെളിയങ്കോട് ടെക്സ്റ്റൈൽസ് നടത്തുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനും വൈഫും വീട്ടിലുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ ഗൗരി, പൊന്നാനിയിലാണ് വീട്. ഭർത്താവ്, 3 കുട്ടികൾ. ആരിപ്പ കൊടുത്തതാണ്. അതുപോലെ അവരിവിടെ വരും. ഇനി അതിന് എല്ലാവരും ഈ ഉറുത്ത കേൾക്കുന്നതിൻ്റെ മകനെ ഷുഗറില്ലാത്തവരൊക്കെ ഒന്ന് അവസാനിപ്പിച്ചോളൂ. ഷുഗറില്ലാത്തവർ ഷുഗർ കഴിയുമ്പോൾ
സെമിനാരെ ഇറങ്ങുമല്ലോ 10 ഈലായിരുന്നു ഒരു നമ്മൾ ഇപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ 2 കുട്ടികൾ അമ്മ ഗീത ഞാൻ ഭാര്യ ഹലോ എൻ്റെ പേര് ഇബ്രാഹിം. ഓളത്തുകാട് വീട്. 3 കുട്ടികൾ. മൂന്നാളും 3 സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാനും ഭാര്യ മാത്രമാണ് വീട്ടിൽ. ഇപ്പോൾ നാട്ടിലാണ്. ഗൾഫിലായിരുന്നു. 2014 നാട്ടിലെത്തി. താങ്ക് യു. എൻ്റെ പേര് ജാജ്. ഇതാണ് ക്ലാസ്സിനുള്ളിൽ ആദ്യം 2 കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു. പേര് വിദേശത്താണ്. ഇപ്പോൾ വീട്ടിലുണ്ട്. താമസം ഞാൻ നാസിറുദ്ദീൻ വിളിക്കും. ഇവിടുന്ന് വെള്ളാഴ്ച ദിവസമായിരുന്നു എൻ്റെ വീട്. അപ്പോൾ കുറച്ചുകൂടെ അതിനേക്കാൾ പത്താണ് അമ്പലത്തിൻ്റെ താമസം. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ സെൻസ് ചന്ദ്രൻ കൂടി 10ാം ക്ലാസ് എങ്ങനെ ജയിക്കാമെന്ന് റിസർച്ച് ചെയ്ത് ജയിച്ച് ഞാൻ ചന്ദ്രൻ കോളേജിൽ പോയി സെൻസ്. ഇതിൻ്റെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. ചന്ദ്രൻ കഴിഞ്ഞിട്ട് HDC ബാങ്കിൽ ഞാൻ ഗൾഫിൽ പോയി. ഇപ്പോൾ സ്വന്തം ഗൃഹസ്ഥം നാട്ടിലുണ്ട്. 2013 നാട്ടിലാണ്. ഇവിടെ വടക്കേക്കാട് ഒരു ചെറിയ സ്ഥാപനം നടത്തുന്നു. കേരള ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണ്ണത്തിൻ്റെ ആവശ്യമാർക്ക് എല്ലാവരും അത് ആയിരുന്നു. പിന്നെ 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികളാണ്. സീമന്തൻ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട്. ദ്വിതീയൻ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്നു. 2 പേര് എഞ്ചിനീയർമാരാണ്. നാട്ടിൽ ജോലി ചെയ്യുന്നു. ഞാനും ഒരു സഹോദരൻ. താങ്ക് യു. ഞാൻ അബ്ദുൽക്കാർ കമ്മനൂർ. ഫാദറിന് വിളിക്കില്ലായിരുന്നു. 7ാം ക്ലാസ് വരെ നമ്മുടെ സ്കൂളിൽ എല്ലാം കഴിഞ്ഞിട്ട് 8-9 വന്നതിന് സ്കൂളിൽ വന്നു. എൻ്റെ ഏറ്റവും അടുത്ത മേഖലയായിരുന്നു ഒരു എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. പിന്നെ ഞാൻ 2 മക്കളാണുള്ളത്. മോന് എഞ്ചിനീയർ ദുബൈയിലുണ്ട്. മകള് ചെറുതാണ്. ഹൈസ്കൂളിലായിട്ടുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഭാര്യയും ഞാനും വീട്ടിലുണ്ട്. വേറെ ഉമ്മ ഉണ്ട്.